നമസ്കാരം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം കേരളം ശ്രദ്ധിച്ച ഗതിനിർണായകമായ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എ.കെ. ആന്റണിയെ സന്ദർശിച്ച നിമിഷം. ഈ ചിത്രത്തിന് കേരളത്തിലെ ഇനി വരാൻ പോകുന്ന 5 വർഷത്തേക്ക് വലിയ പ്രാധാന്യമുണ്ട്. 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം കോൺഗ്രസിന് ഭരണം ലഭിക്കുകയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഈ നിമിഷത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിലേറ്റവും പ്രധാനം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് മേൽ എ.കെ. ആന്റണിയും വി.ഡി. സതീശനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഒരാണി അടിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 2001 ഞാൻ ചുമതല ഏറ്റെടുക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയാകുന്നത് സതീശൻ എന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ.കെ. ആന്റണി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനപ്രിയ വാഗ്ദാനങ്ങളൊക്കെ മെല്ലെ നടപ്പാക്കാനേ കഴിയൂ. ഇക്കാര്യത്തിൽ എല്ലാവരും സതീശനോട് സഹകരിക്കണം എന്നാണ് സതീശൻ മുഖ്യമന്ത്രി ആകാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ട ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന ആദ്യത്തെ നിരാശാഭരിതമായ എ.കെ. ആന്റണിയുടെ വാചകം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുതുല്യനായി കാണുന്ന, ഭരിക്കാൻ ഉപദേശം തേടുന്ന മുൻ മുഖ്യമന്ത്രി ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ അത് കേവലമായ വെറും വർത്തമാനമായി കരുതാൻ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. അതുപ്രകാരം ഇതുവരെ പറഞ്ഞതൊക്കെ പറഞ്ഞു, അതൊന്നും ഉടനെ നടപ്പാക്കേണ്ടതില്ല, ആരും പിണങ്ങരുത് എന്ന മുൻകൂർ ജാമ്യമാണ് നമുക്ക് മുന്നിലേക്ക് വന്നത്. അത് പറയുന്നത് 2001 എ.കെ. ആന്റണി സ്വയം ഉദ്ധരിച്ചാണ്, തന്നെ ഉദാഹരിച്ചാണ് എന്നത് നമ്മളെ ഭയപ്പെടുത്തും. കാരണം അമ്മാതിരി ഭരണമായിരുന്നു 2001 ഇന്നത്തേതിന് സമാനമായ നിലയിൽ വമ്പൻ ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിലേറിയ സർക്കാർ വന്ന അന്ന് തന്നെ മുണ്ടു മുറുക്കി കൊടുക്കാൻ പറഞ്ഞ ഒരു കാലം, സാധാരണക്കാരെ പെരുവഴിയിലാക്കിയ കാലം, എന്തിന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരെ വെട്ടിക്കുറക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ച എ.കെ. ആന്റണിയുടെ ഭരണ മികവിൻ്റെ കാലം. ഒടുക്കം ഇന്ന് ഈ കാലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മുത്തങ്ങയിൽ വെടിവെപ്പ് വരെ നാട്ടുകാരുടെ രോഷവും അരാജക ഭരണത്തിൻ്റെ തിരുശേഷിപ്പുമായിരുന്നു എ.കെ. ആന്റണിയുടെ അക്കാലം. അതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും. ഇനി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലെ പ്രതിപക്ഷം അധികാരത്തിൽ ഏറാൻ എന്തെല്ലാമാണ് പ്രധാനമായി പറഞ്ഞത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആദ്യം പ്രതിപക്ഷം UDF പറഞ്ഞ 5 ഗ്യാരണ്ടികളുണ്ട്. രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പ്രഖ്യാപിച്ച, പിന്നീട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ 5 ഗ്യാരണ്ടികൾ. 1. സ്ത്രീകൾക്ക് സൗജന്യ KSRTC ബസ്സുകളിലെ യാത്ര. 2. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം. 3. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഇപ്പോൾ ഉള്ളത് 3000 രൂപയായി വർദ്ധിപ്പിക്കും. 4. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. 5. യുവാക്കൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. 6. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. ഇതെല്ലാം അധികാരത്തിലേറി 3 മാസത്തിനുള്ളിൽ നടപ്പാക്കും എന്നായിരുന്നു പ്രഖ്യാപനം. ആശാ വർക്കർമാർക്ക് 21,000 രൂപ ശമ്പളമടക്കം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിടുന്ന ഉത്തരവുകളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ വേറെയും ഉണ്ട്. കഴിഞ്ഞ സർക്കാർ 2,500 രൂപ എന്ന തെരഞ്ഞെടുപ്പ് ക്ഷേമ പെൻഷൻ പ്രകടന പത്രികയിലെ വാഗ്ദാനം കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിൻ്റെ തുടർച്ചയായി 2,000 രൂപ വരെയാണ് എത്തിച്ചത്. എന്നാൽ അതിനെതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ മേൽക്കൈ നേടാൻ വേണ്ടി ഉള്ള വാഗ്ദാനമായി 3,000 രൂപ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും അന്ന് അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊക്കെ നേരത്തെ തന്നെ നടപ്പാക്കണം, അതാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഉള്ള സാഹചര്യം എന്നാണ് പ്രതിപക്ഷ നേതാവും UDFും പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ 3 മാസത്തെ അധികാരത്തിലേറിയുള്ള 3 മാസത്തെ കാലയളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചത്. ഈ വാഗ്ദാനങ്ങളിൽ എത്രയെണ്ണം കേരളത്തിന് വേണം, അതെല്ലാം നടപ്പാക്കാൻ നിൽക്കരുത്, വായ്പയെടുത്ത് ആശുപത്രിയും സ്കൂളും നന്നാക്കരുത് തുടങ്ങിയ വമ്പൻ നിർദ്ദേശങ്ങളടങ്ങുന്ന ലേഖന പരമ്പരകൾ മനോരമയാദി സതീശൻ അനുകൂല മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വിജയിച്ചു എന്ന് ഉറപ്പുവരുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ്. ആകപ്പാടെ കിട്ടേണ്ടത് കിട്ടി, പറഞ്ഞതെല്ലാം പറഞ്ഞു എന്ന മട്ടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് എ.കെ. ആന്റണിയുടെ ഈ വർത്തമാനം കൂടി കേട്ടപ്പോൾ ആരായാലും ആശങ്കപ്പെട്ടു പോകും. എന്തായാലും 4,000 കോടിയോളം അവശേഷിപ്പുള്ള ഒരു ഖജനാവിന് മുന്നിലാണ് സതീശൻ നിൽക്കുന്നത് എന്ന് മുൻ ധനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ദുരിതത്തെ സമർത്ഥമായി അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ് കടന്നുപോയത്. അതിൻ്റെ പരിമിതികളെ മറികടന്ന് കേരളത്തെ സ്വർഗമാക്കാനുള്ള പദ്ധതികൾ തൻ്റെ ഉള്ളിലുണ്ട്. പണം കണ്ടെത്താനൊക്കെ ഉള്ള വഴികളും ട്രിക്കുകളും ഉണ്ട്. അതൊക്കെ സസ്പെൻസാണ്, പിന്നീട് പറയൂ എന്നായിരുന്നു വി.ഡി. സതീശൻ അന്ന് നൽകിയ വാഗ്ദാനം. എന്നാൽ മൊത്തം ഭാരമാണ്
ഗുണ്ടായിസമാണ്, വൈറ്റ് പേപ്പർ ഇറക്കാം എന്നെല്ലാം പറഞ്ഞ് പഴയ വൈറ്റ് പേപ്പർ ഗുണ്ടായിസമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജനം നിരാശരാകും. നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ഇനി വരാൻ പോകുന്ന കാലത്തേക്ക് എന്താണ് ചെയ്തു വെച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു വിശദീകരണം കൂടി നമുക്ക് കേൾക്കാം. കേന്ദ്രം നാനാവിധത്തിൽ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിച്ചപ്പോഴും ഒരു ദിവസം പോലും ട്രഷറി പൂട്ടുകയോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുകയോ ചെയ്തിട്ടില്ല. സർക്കാർ ചുമതല ഒഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ ഒരു ഗഡു പോലും കുടിശ്ശികയില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും മുഴുവൻ DAയും DR-ഉം അനുവദിച്ചു. DR മുൻകാല കുടിശ്ശിക 8 തുല്യ ഗഡുക്കളായി നൽകാൻ നടപ്പ് വർഷത്തെ ബജറ്റിൽ തുക വിലയിരുത്തി. സംസ്ഥാന ഖജനാവിൽ നിന്നും പ്രതിമാസം 125 കോടിയോളം രൂപ കൊടുത്താണ് KSRTC-കാരുടെ ശമ്പളവും പെൻഷനും നൽകി വന്നിരുന്നത്. എല്ലാ മാസവും 1-ാം തീയതി തുടർച്ചയായി KSRTC-കാർക്ക് ശമ്പളം മുടക്കമില്ലാതെ നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. സംസ്ഥാനത്തെ 20 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ ധനസഹായമായും തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് 1000 രൂപ കണക്ട് വർക്ക് സ്കോളർഷിപ്പായും കൃത്യമായി നൽകി. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ സ്കോളർഷിപ്പുകളും മറ്റ് അടിസ്ഥാന മേഖലകളിലെ വിഹിതങ്ങളും മുടക്കമില്ലാതെ നൽകി. സംസ്ഥാനത്തിൻ്റെ പൊതുകടമാകട്ടെ 5 വർഷം കൊണ്ട് 5% കുറഞ്ഞു. 2021 39% സംസ്ഥാന കടം ഇന്ന് 34% താഴെയാണ്. കടത്തിൻ്റെ കണക്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ പോലും കേരളമില്ല. രാജ്യത്ത് ഏറ്റവും മികച്ച ധനദൃഢീകരണം നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം പരിഗണിക്കപ്പെടുന്നു. തനത് വരുമാനം വർദ്ധിപ്പിച്ചും വരവ് ചെലവുകൾ മികച്ച രീതിയിൽ മാനേജ് ചെയ്തുമാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. 5 വർഷം കൊണ്ട് 47,000 കോടിയിൽ നിന്നും 1 ലക്ഷം കോടിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു. കേന്ദ്രം സംസ്ഥാനത്തിന് ന്യായമായും നൽകേണ്ട വിഹിതം വെട്ടിക്കുറച്ചില്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇനിയും മികച്ചതാകുമായിരുന്നു. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരളം ഉയർത്തിയ പ്രതിരോധം രാജ്യം ഏറ്റെടുത്ത കാലം കൂടിയാണ് കടന്നുപോയത്. അർഹമായ കേന്ദ്രവിഹിതം നിവർത്തിച്ച് കിട്ടാൻ സുപ്രീം കോടതിയിൽ കേരളം കേസ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പാർലമെന്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കേരളത്തിന്റെ ചുവട് പിടിച്ച് തമിഴ്നാടും കർണാടകയും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ധനവിതരണത്തിലെ അസന്തുലിതത്വത്തിനെതിരെ രംഗത്ത് വന്നു. 5 വർഷമായി സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായി 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ വർധന വരുത്തി. സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്ന ഡിവിസിബിൾ പൂളിൽ 1.925% വിഹിതം ഇപ്പോൾ 2.382%. ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ 5 വർഷക്കാലം നടത്തിയ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ഓരോ വർഷവും ചുരുങ്ങിയത് 10,000-ലധികം കോടി രൂപയാണ് ഇതിലൂടെ സംസ്ഥാന ഖജനാവിൽ അധികമായി വരാൻ പോകുന്നത്. 2026 മുതൽ 31 വരെയുള്ള ഈ നിരക്ക് വർധനയുടെ ഗുണഭോക്താക്കൾ പുതിയ UDF സർക്കാരാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ ഇതിലൂടെ അധികമായി ഖജനാവിലെത്തും. ഏതു നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവാണ് പുതിയ സർക്കാരിന് കൈമാറിയത്. 2-ാം പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 4,000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ട്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ചുമതല ഏറ്റെടുത്തപ്പോൾ അവർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന സാമ്പത്തിക ഉത്തരവാദിത്വവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുതിയ സർക്കാരിന് മുന്നിലുള്ളവ ചെറുതാണ്. അധികാരം ഏറ്റെടുത്ത ദിവസം തന്നെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കുക ബുദ്ധിമുട്ടായിരിക്കും എന്ന നിലയിൽ നടത്തിയ പ്രസ്താവന ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് പിൻവലിയാനുള്ള മുൻകൂർ ജാമ്യമാണ്. ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച എല്ലാ വാഗ്ദാനങ്ങളും ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കി. അത് സംബന്ധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. ആ സർക്കാരിന് തുടർച്ചയായി വന്ന UDF സർക്കാർ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന നിലയിൽ വേണം AK ആന്റണിയുടെ പ്രസ്താവനയെ കാണാൻ എന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. ചുരുക്കത്തിൽ പ്രചരണ കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭരണമേൽക്കും മുമ്പ് തന്നെ നേതാക്കൾക്ക് ആകുലത തോന്നിത്തുടങ്ങി എന്നർത്ഥം. വാഗ്ദാനം നൽകുമ്പോൾ 5 മിനിറ്റും 3 മാസവും ഒക്കെയായിരുന്നു സമയം പറഞ്ഞിരുന്നത്. എന്നാൽ വോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ പലതും തലതിരിഞ്ഞ് തോന്നാൻ തുടങ്ങി. ഇത് സാമ്പത്തിക കാര്യം. എന്നാൽ VD സതീശനെ കാത്തിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അനവധി വേറെയുണ്ട്. മുനമ്പം പ്രശ്നം ഞാനാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ് സതീശനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് 5 മിനിറ്റൊക്കെ പോട്ടെ, 1 മാസത്തിനകമെങ്കിലും അതൊക്കെ തീർത്ത് കാണിച്ചാൽ ജനം കൈയടിക്കും. ഇനി 1 വർഷമായാലും കുഴപ്പമില്ല. പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് മേൽ മുണ്ടുമടക്കി കുത്തുന്ന AK ആന്റണിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് കത്തിവെച്ചാൽ ജനം പൊറുക്കില്ല എന്ന് തിരിച്ചറിയണം. ബുദ്ധി നേരെ ഉദിച്ചാൽ ജനത്തിന് കൊള്ളാം, ഇല്ലെങ്കിൽ സർക്കാരിന് കൊള്ളും. അതുകൊണ്ട് പറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പോകും മുമ്പേ മുൻകൂർ ജാമ്യം എടുക്കുന്നത് മറ്റു പല ഭൂതകാല ഓർമ്മകളിലേക്കുമാണ് നാട്ടുകാരെത്തിക്കുന്നത്. സതീശൻ മുൻഗാമികളെ പോലെ നടക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.